നമഃശിവായ. ഓരോ ഹിന്ദുവും വിഗ്രഹാരാധകരാണ്. വിശേഷാൽ ഗ്രഹിക്കേണ്ടതെന്തും വിഗ്രഹമാണ്. ഒരു ഹിന്ദുവിന് പ്രപഞ്ചത്തിലെന്തിനേയും ഈശ്വരൻ്റെ വിഗ്രഹമായി കാണാനുള്ള വിശേഷ ബുദ്ധിയുണ്ട്. അവൻ്റെ അന്തർദൃഷ്ടിക്ക് ശിവലിംഗമായാലും കുരിശായാലും മലയായാലും ചന്ദ്രക്കലയായാലും അതെല്ലാം ഏകനായ ആ ഈശ്വരനിലേക്കുള്ള ചൂണ്ടുവിരലാണ്. അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ കാരുണ്യ വിഗ്രഹമായി കാണുന്നത്, പ്രേമമൂർത്തിയായി ആരാധിക്കുന്നത്. ആ വിവേക ബുദ്ധിയുള്ളവനാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. വിഗ്രഹം പോലെ തന്നെ പ്രധാനമാണ് ഹിന്ദുവിന് മന്ത്രവും. മനനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നതാണ് മന്ത്രം. മന്ത്രങ്ങൾ വേദത്തിലെ സംഹിതാഭാഗത്തിൽ നിന്ന് തന്നെയാകണം, അല്ലെങ്കിൽ ആഗമങ്ങളിൽ പറയപ്പെട്ടവ മാത്രമാകണം എന്നൊക്കെ പിടിവാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഒരു മഹാത്മാവിന് ഏത് ശബ്ദവും മന്ത്രമാക്കി മാറ്റാൻ കഴിയും എന്നു തന്നെയല്ല, ഒരു മഹാത്മാവിൽ നിന്നു ലഭിക്കുന്ന മന്ത്രം മനനം ചെയ്തില്ലെങ്കിൽ പോലും ജപിക്കുന്നവരെ രക്ഷിക്കാൻ ശക്തിയുള്ളതാണ്. രാമനെ കുറിച്ച് ഒന്നും അറിയാതെ, ശബ്ദാർത്ഥങ്ങൾ ഒന്നും മനനം ചെയ്യാതെ തന്നെ രത്നാകരന് വാൽമീകി മഹർഷിയാകാൻ കഴിഞ്ഞില്ലേ? അമ്മയെപ്പോലെ ഒരു മഹാ അവതാരത്തിൻ്റെ കയ്യിൽ നിന്ന് മന്ത്രം ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ മഹത്തായ ഒരു ഈശ്വരപ്രസാദം ജീവിതത്തിൽ നമുക്ക് കിട്ടാനില്ല. മന്ത്രം വാങ്ങിച്ചാൽ ദിവസവും ജപിക്കണമല്ലോ, ജീവിതത്തിൽ കുറച്ചെങ്കിലും ആത്മനിയന്ത്രണം കൊണ്ടുവരണമല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാകട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മന്ത്രം വാങ്ങാതെ ഇരിക്കരുത്. അമ്മ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്, സർവമന്ത്രസ്വരൂപിണിയാണ്. മന്ത്രങ്ങൾക്കെല്ലാം ചൈതന്യം പകരുന്ന ശക്തി അമ്മയാണ്. ഇനി നമുക്ക് അമ്മയിൽ നിന്ന് മന്ത്രം സ്വീകരിക്കാനുള്ള പക്വതയൊന്നും ആയില്ല എന്നാണ് പറയുന്നതെങ്കിൽ അമ്മ ആബാലഗോപവിദിതയുമാണ്. സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യനും മന്ദനും മൂഢനും മൂകനുമായി കഴിഞ്ഞ തോടകനും കാളിദാസനും അസ്ഥാമലകനും വരെ ആരും അമ്മയ്ക്ക് ഒരേപോലെ ഓമന മക്കളാണ്. അതുകൊണ്ട് അമ്മയിൽ നിന്ന് മന്ത്രം സ്വീകരിക്കാതിരിക്കാൻ മതിയായ ഒരു കാരണവും ലോകത്തിൽ ആർക്കും പറയാനില്ല. മന്ത്രം എങ്ങനെയാണ് മനനം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ അമ്മയുടെ ഒരു വാക്യം ഇവിടെ ഞാൻ മന്ത്രമായി എടുക്കട്ടെ. ഇത് അമ്മയിൽ നിന്ന് മന്ത്രം സ്വീകരിക്കുന്നതിനു പകരമല്ല, പക്ഷെ അമ്മ നൽകുന്ന മന്ത്രം എത്രയും വേഗം ഫലപ്രാപ്തിയിലെത്തിക്കാൻ സഹായിക്കുന്നതാണത്. വിത്ത് നടുമ്പോൾ നമ്മൾ ചാണകവും ചാരവും ചേർത്തിളക്കി മണ്ണ് പാകപ്പെടുത്തുന്നത് പോലെ ഈ മന്ത്രം കൊച്ചുകുട്ടികൾക്ക് പോലും ഗ്രഹിക്കാവുന്നതാണ്. ഇത് സ്വീകരിക്കാൻ ഒരു യോഗ്യതയും വേണ്ട, ഒരു ചിട്ടയും നിഷ്ഠയും പാലിക്കേണ്ട. ഇപ്പോൾ ആധ്യാത്മിക പാതയിൽ കാലെടുത്തു വയ്ക്കാൻ പറ്റിയ ഒരു യോഗ്യതയും നമുക്കില്ല എങ്കിൽ കൂടി ഈ ഒരു മന്ത്രം നമുക്ക് വേണ്ട എല്ലാ യോഗ്യതകളും കൊണ്ടുവന്നു നൽകും. ഇനിയും ആരെങ്കിലും ഈ മന്ത്രം സ്വീകരിക്കാൻ മടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പറയട്ടെ, ഈ മന്ത്രം ആരും ഒരിക്കൽ പോലും ജപിക്കുകയേ വേണ്ട. ഒരിക്കലും മറക്കാതിരുന്നാൽ മതി. അങ്ങനെ മറന്നു പോകത്തക്ക ഒന്നും ഈ മന്ത്രത്തിൽ ഇല്ല. ബീജാക്ഷരങ്ങളില്ല, സംസ്കൃത ഭാഷയിലുള്ള മന്ത്രമല്ല. ഈ മന്ത്രത്തിൻ്റെ ഋഷിയും ദേവതയുമൊക്കെ അമ്മ തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നതുകൊണ്ട് മന്ത്രത്തിൻ്റെ മഹത്വം ഒട്ടും കുറഞ്ഞു പോകുന്നുമില്ല. എന്നു മാത്രമല്ല, ആർക്കു വേണമെങ്കിലും ഈ മന്ത്രം ഉപദേശിക്കാനുള്ള അധികാരവും നിങ്ങൾക്ക് ഈ മന്ത്രത്തോടൊപ്പം സൗജന്യമായി കിട്ടുകയാണ്. ഇനി ഈ മന്ത്രത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാം. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഈ മന്ത്രം നമുക്ക് നേടിത്തരും. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന കഥ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ മുക്കുവനും ഭൂതവും എന്ന കഥ. രണ്ടിലും കഥാനായകൻ ആവശ്യപ്പെടുന്നതെന്തും നൽകാൻ ഭൂതം തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ ഈ മന്ത്രം നാം
ചോദിക്കുന്നതെന്തും കൊണ്ടുതരാൻ തയ്യാറായി ജീവിതകാലം മുഴുവനും നമുക്കൊപ്പമുണ്ടാകും. കഥയിൽ നാം കേട്ട ഭൂതത്തിൻ്റെ സേവനം നഷ്ടപ്പെടാം, അതിനു പരിമിതികൾ ഉണ്ടാകാം. എന്നാൽ ഈ മന്ത്രം നാം സ്വയം ഉപേക്ഷിച്ചാലല്ലാതെ ഒരിക്കലും നമ്മെ വിട്ടു പിരിയുകയില്ല. അമ്മയ്ക്ക് ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നൊരു നാമമുണ്ടല്ലോ. ആ ചിന്താമണി ഗൃഹത്തിൻ്റെ താക്കോലാണ് ഈ മന്ത്രം. കൽപ്പവൃക്ഷവും കാമധേനുവും അക്ഷയപാത്രവും എല്ലാം കൂടി ഒന്നിച്ചു കിട്ടിയാലോ? അതാണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് കൈവരുന്നത്. ഇനി മന്ത്രം എന്താണെന്ന് പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. എന്തും വരട്ടെ ഞാൻ സന്തോഷമായിരിക്കും, എന്തും വരട്ടെ ഞാൻ സന്തോഷമായിരിക്കും, എന്തും വരട്ടെ ഞാൻ സന്തോഷമായിരിക്കും. ഇതാണ് അമ്മ ആവർത്തിച്ചു പറയാറുള്ള ആ മഹാമന്ത്രം. മന്ത്രം കേട്ടതുകൊണ്ട് മാത്രമായില്ല, അത് ഉപയോഗിക്കേണ്ട വിധവും അറിയണം. അതിനെപ്പറ്റി ആദ്യം സ്വയം അല്പം മനനം ചെയ്യുക. ഹരി ഓം നമഃ ശിവായ.